അതെ, കസ്റ്റമേഴ്സ് കാവനറ്റ്. ഞാൻ നിങ്ങൾ BS6 ഇപ്പോൾ വല്ലാതെ കണ്ടുവരുന്ന കംപ്ലയിൻസ് ആണ്. അതായത് കൂടുതൽ MI ലൈറ്റ് തെളിയുന്ന, MI ലൈറ്റ് എല്ലാ വണ്ടിയും തെളിയുന്നുണ്ട്, പക്ഷെ നിസ്സാര കാര്യം കൊണ്ട്, രണ്ട് കാര്യം കൊണ്ട് ഇതിന്റെ MI ലൈറ്റ് പിന്നെ തെളിഞ്ഞിരിക്കും. അതൊന്ന് കാണിച്ചു തരാനാണ്. അപ്പൊ ഇതിന്റെ ഒരു BS6 ആണ്, പക്ഷെ ഇത് സിസ്റ്റം വോൾട്ടേജ് ഹൈ ആണ്. ഇതിന്റെ ECM പോയതാണ്. സിസ്റ്റം വോൾട്ടേജ് ഹൈ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ട് വരും. ഒരു കറണ്ട് ഓവർ ഉണ്ടെങ്കിൽ, അതായത് ചാർജിങ് ഓൾട്ടർനേറ്റർ റിലേറ്റഡ് റെഗുലേറ്റർ റെക്ടിഫയർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാലാണ് സിസ്റ്റം വോൾട്ടേജ് ഹൈ കാണിക്കുക. പക്ഷെ ഇത് അതല്ല, അത് ECM കംപ്ലൈന്റ് ആണ്. ECM പോയതാണ് ഈ ഒരു വണ്ടി. പിന്നെ അതുമാതിരി തന്നെ ഇതും ECM കംപ്ലൈന്റ് തന്നെയാണ്. 4820 രൂപയാണ് ECM വരുന്നത് കേട്ടോ. ഇപ്പം ECM ഒക്കെ മാറ്റുന്ന പറ്റി കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ECM മാറ്റുന്ന പറ്റി ശ്രദ്ധിക്കുക. ബാറ്ററി ഇങ്ങനെ നെഗറ്റീവ് അയച്ച ശേഷം മാത്രം ECM നമ്മൾ അയക്കുക. റീസെറ്റ് ചെയ്യുന്ന സമയത്തും ഇതേമാതിരി തന്നെ ബാറ്ററി അയച്ചിടുക കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്റ്റാർട്ടാതെ വരുന്ന സമയത്ത് MI ലൈറ്റ് തെളിയുന്നില്ല എങ്കിൽ, MI ലൈറ്റ് പറഞ്ഞ ഒരു മാൽഫാക്സ് ഇൻഡിക്കേഷൻ ലൈറ്റ് ഇത് കാണുന്നില്ല. ഇതാണ് MI ലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ലൈറ്റ് തെളിയുന്നില്ല, അതേമാതിരി ഫ്യൂൽ പമ്പ് വർക്ക് ആവുന്നില്ലെങ്കിൽ ECM പ്രശ്നമാണ്. അത് ഫ്യൂൽ പമ്പ് വർക്ക് ആവുന്ന വിചാരിച്ച് ടാങ്കിൽ കൈ വെച്ച ചെറിയ വൈബ്രേഷൻ ഡൗൺ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ പുറത്തേക്ക് ചെറിയ സൗണ്ട് കേൾക്കും. സൗണ്ട് കേൾവി ചെറുങ്ങനെ ശക്തി കുറവില്ല, ചെവി വെച്ച് നോക്കിയാൽ ശരിക്കും അറിയാം. അപ്പം അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുണ്ട്, ഇത് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ECM പോയതാണ്. അപ്പോൾ അതായത് കൂടുതൽ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ സ്കാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഡയഗ്നോസ് ചെയ്ത് കാണിച്ചു തരാം. ഇത് വണ്ടി സ്റ്റാർട്ടാകാതെ വന്നതാണ്. ബാറ്ററി ലോ ആയിരുന്നു. ബാറ്ററി റീചാർജ് ചെയ്തു, അപ്പോൾ ഓക്കെയാണ്. പക്ഷെ എന്നാലും ഈ ലൈറ്റ് തെളിഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഓഫ് ആവില്ല. അത് കാണിക്കുന്നു, നോക്കുക. റീഡ് ഫാൾക്കോഡ്. ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സർക്യൂട്ട്, ഐഡിൽ കൺട്രോൾ സിസ്റ്റം RPM ഹയർ ദാൻ എക്സ്പെക്റ്റഡ്, സിസ്റ്റം വോൾട്ടേജ് ലോ, ഇഗ്നിഷൻ കോയിൽ പ്രൈമറി കൺട്രോൾ സർക്യൂട്ട് ലോ. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പൊ ഇത് ഒരുപാട് കോഡുണ്ട്. അപ്പൊ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സർക്യൂട്ട് അത് തെരഞ്ഞ് റെഡിയാക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഒമ്പം ഫോളോ ആവും. ഐഡിൽ കൺട്രോൾ സിസ്റ്റം RPM ഹയർ ദാൻ എക്സ്പെക്റ്റഡ്. ഇതൊക്കെ ഈ ഒരു വിഷയത്തിൽ ഈ സിസ്റ്റം വോൾട്ടേജ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ലോ ആണ്. അപ്പം ബാറ്ററി ലോ ആയതുകൊണ്ട് തന്നെ, ഈ ബാറ്ററി ലോ ആയതുകൊണ്ടാണ് ഇത്രയും വിഷയങ്ങൾ ഇതിൽ കാണിച്ചത് കേട്ടോ. ബാറ്ററി ലോ ആണ് സമയത്ത്, അതായത് നമ്മൾ കിക്കർ അടിക്കുക, അല്ലെങ്കിൽ സെൽഫ് ES ഒക്കെ ആണെങ്കിൽ സെൽഫ് അടിച്ച് കുറെ നേരം സെൽഫ് അടിച്ചാൽ ബാറ്ററി ലോ കാണിക്കും. ബാറ്ററി ഒരു 11 വോൾട്ടിന് താഴെ പോയി കഴിഞ്ഞാൽ ബാറ്ററി പിന്നെ ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തും. ആ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷയം എന്താണെന്ന് വെച്ചാൽ, നിസ്സാര കാര്യത്തിനേക്ക് ഇത് കത്തിയിട്ടുണ്ടാവുക. ഇത് കത്തി കഴിഞ്ഞാൽ പിന്നീട് വരുന്നേ ഇത് ഈ ഒറ്റ ലൈറ്റ് എന്ത് പോയാൽ ഇതിന്റെ ഏത് സെൻസർ സർക്യൂട്ട് ഏത് ഭാഗം നമ്മൾ വീക്ക് ആയി കഴിഞ്ഞാലും ഈ ലൈറ്റ് മാത്രമേ കത്താനുള്ളൂ. അപ്പൊ നിസ്സാര കാര്യത്തിന് ഈ ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്യുക, അതായത് സ്കാൻ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാതെ, കോഡ് ഡിലീറ്റ് ചെയ്ത് കളയാതെ ഇത് കത്തിക്കൊണ്ട് വരുന്ന, നിങ്ങൾക്ക് വണ്ടിക്ക് ലോങ് റൈഡിന് ഏതെങ്കിലും ഭാഗത്തേക്ക് പോവാണെന്നുണ്ടെങ്കിലും കൂടെ, എന്തെങ്കിലും കാര്യത്തിന് പുറത്തേക്ക് പോവാണ്ടെങ്കിലും കൂടെ എന്തെങ്കിലും കംപ്ലയിൻസ് വന്നാൽ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് നിസ്സാര കാര്യത്തിനാണ്, ബാറ്ററി ലോ കൊണ്ടാണ് ഇത് കത്തുന്നത്. എന്നാലും ഡയഗ്നോസ് ചെയ്ത് കളഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത കംപ്ലൈന്റ് വേറെ എന്തോന്നും കാണാൻ പറ്റില്ല. ഇതിൽ എന്ത് കംപ്ലൈന്റ് എടുത്ത് മാത്രമേ കാണിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് ഇത് കോഡ് ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കാണിക്കാം. അതായത് കോഡ് ഡിലീറ്റ് ചെയ്ത് റീസ്കാൻ ചെയ്യുന്ന സമയത്ത് കോഡ് രണ്ടാമത് വരുന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് നിലനിൽക്കാന്ന് അർത്ഥം. ക്ലിയർ? യെസ്. ഹാവ് ബീൻ ക്ലിയർഡ്. ഒന്നുകൂടെ റീഡ് ചെയ്ത് നോക്കാം. നോ ഫോൾട്ട് കോഡ്. ഇത് ഓക്കെയാണ്. പിന്നെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓഫ് ചെയ്തു കേട്ടോ.
ലൈറ്റ് പോയിട്ടുണ്ട്. അതായത് ഈ ഒരു ഇത്രയും കോഡ്, അതായത് പിന്നെ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള മെയിൻ കാരണം ഒരുപാട് കോഡുകൾ കാണിക്കും. ആ കോഡുകളുടെ പുറകെ ഒന്നും പോകരുത്. അതിൽ മെയിനായിട്ട് നമ്മൾ ഡയഗ്നോസിന് ശ്രദ്ധിക്കാനുള്ള മെയിൻ ക്ലൂസ് ആണ് തരിക. നമ്മൾ പിന്നെ ഡയഗ്നോസ് ചെയ്യുന്ന സകല കോഡുകളും സകല സെൻസറിന് എന്ത് കോഡ് കാണിച്ചാലും മൊത്തത്തിൽ കാണിച്ചു കഴിഞ്ഞാലും നമ്മൾ ബാറ്ററി ലോ ആയി കഴിഞ്ഞാൽ ഏതിലേക്കാണ് വോൾട്ടേജ് ലോ ആയിട്ട് ചെല്ലണം അതൊക്കെ കോഡ് കാണിക്കും. അപ്പൊ ആ മെയിനായിട്ട് ബാറ്ററിയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കാനുള്ള ബാറ്ററി വോൾട്ടേജ് ആണ്. അത് ശ്രദ്ധിക്കാതെ എന്ത് തന്നെ നമ്മൾ നോക്കിയിട്ടും കാര്യമല്ല. അപ്പൊ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ പ്രശ്നം വരുന്ന വേറെ ഒന്നാണ് കേട്ടത്. ഏറ്റവും കൂടുതൽ BS6 കംപ്ലൈന്റ് വരുന്നതും MIL തെളിയുന്ന വണ്ടി ഓഫ് ആണെന്ന് വണ്ടിക്ക് പ്രശ്നങ്ങൾ വരുന്ന റിലേസ് ആണ്. ഇതുണ്ടോ, ഇത് 5 റിലേ ഉണ്ട്, 5 റിലേ വരുന്നുണ്ട്, 4 റിലേ വരുന്നുണ്ട്. ഇപ്പൊ ഫ്യൂൽ പമ്പിന്റെ റിലേ, ഈ ഫ്യൂൽ പമ്പിന്റെ റിലേ എന്തെങ്കിലും രീതിയിൽ ലൂസ് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അപ്പം MIL തെളിയും. വണ്ടി ചെറിയ മിസ്സിങ് മാത്രമേ കാണിക്കുള്ളൂ. പക്ഷെ MIL എപ്പോൾ ഓൺ ആവട്ടോ. ഇത് എപ്പോൾ ഡിസ്കണക്ഷൻ ആവുന്നോ, എപ്പോൾ ഇതിന്റെ ലൂസായിട്ട് സംഗതി പിന്നെ ഓഫ് ആവാനുള്ള ടെൻഡൻസി കാണിക്കുന്നു, ആ സമയത്ത് MIL തെളിയും. അത് തെളിഞ്ഞ് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അത് തെളിയും. അപ്പൊ അതും ആ സമയത്ത് നമ്മളിത് സ്കാൻ ചെയ്യൽ നിർബന്ധമാണ്. അതായത് വേറെ പ്രശ്നം വന്നാൽ നമ്മൾ അറിയില്ല, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എത്ര തന്നെ കംപ്ലൈൻസ് വന്നാലും കത്താനൊരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ നിസ്സാരമായിട്ട് 2 വരുന്ന കേസാട്ടോ. ഒന്ന് ഇതുകൊണ്ട് വരും, ഇത് ലൂസായി കഴിഞ്ഞാൽ വണ്ടി ഏതെങ്കിലും ഓഫ് ആയി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവാത്ത പ്രശ്നം കൊണ്ട് ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ റിലേ ഒന്ന് തട്ടി കൊടുക്കാം, ലൂസ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, ആ സമയത്ത് അത് റെഡി ആവും. ഇതിപ്പോ ഞാൻ രണ്ടാമത് തട്ടിയിട്ടുണ്ട്, ലൂസായിട്ടുണ്ട്. ചിലപ്പോൾ MIL ചിലപ്പം തെളിയാൻ ചാൻസ് ഉണ്ട്. നോക്കാം. ഞാനിപ്പം എന്താ ചെയ്തത്, ജസ്റ്റ് അതിനോട് തൊട്ടുള്ളൂ. അപ്പൊ തൊട്ടപ്പം ജസ്റ്റ് ലൂസ് കോണ്ടാക്ട് വന്ന സമയത്ത് വണ്ടി ഓഫായി. വണ്ടി ഓഫായപ്പം ഈ ഒരു കോഡ് രണ്ടാമത് വീണ്ടും വന്നു. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ് കോഡ് കാണിക്കാന്നുള്ളത് കാണിച്ചു തരാം. ഇതിലിനി റീഡ് ഫാൾട്ട് കോഡ്, ഇത് കോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഒരു ഇതുകൊണ്ട് കാണാന്നുള്ളത്. അത് റിലേ ലൂസായി കഴിഞ്ഞാൽ എന്താണ് കാണാന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ എററാണ്, റീസ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഞാൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് ഓഫ് ചെയ്യാൻ മറന്നു പോയിട്ടോ. അതുകൊണ്ടാണ് ഇത് റീസ്റ്റാർട്ട് കാണിക്കുന്നത്. റീബൂട്ട് ചെയ്യാണ്. എൻഡ് സെക്ഷൻ ഓക്കെ. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. അതായത് MIL ലൈറ്റ് എന്തുകൊണ്ട് എങ്ങനെ വരുന്ന കോഡ് എങ്ങനെ കാണിക്കാന്നുള്ളതാണ്. റിലേ കാണിച്ച്, അതായത് റിലേ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പിന്റെ റിലേ എന്തെങ്കിലും ലൂസ് കോണ്ടാക്ട് വന്ന് എങ്ങനെയാണ് കോഡ് കാണിക്കാന്ന് നിങ്ങളെ കാണിക്കുന്നത്. അതിന് എന്ത് തന്നെ ചെയ്താലും അത് പോകില്ല കേട്ടോ. അത് സ്കാൻ ചെയ്ത് കളഞ്ഞാൽ തന്നെ പോകുള്ളൂ. ഓണായി വരാനുള്ള ലേഖാണ്. മിഷൻ ഓൺ. ഓക്കെ,
ഇനി അത് രണ്ടാമത് നമ്മൾ സ്കാൻ ചെയ്ത് കളയാതെ ലൈറ്റ് ഓഫ് ആവില്ല കേട്ടോ. മാച്ചാണ്, ISO കാൻഡിൽസ് പ്രോട്ടോകോളാണ്. ഇനി ACM ഇതുവരെ മാറ്റിയിട്ടില്ല കേട്ടോ. ഇനി റീഡ് ഫോൾട്ട് കോഡ് മോഡ് 6 മോഡ് 4 നോ, സോറി നമ്മളിത് കാണാനാണ്. മോഡ് 7 ഫ്യൂൽ പമ്പ് കണ്ട, ഫ്യൂൽ പമ്പ് കൺട്രോൾ സർക്യൂട്ട് ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്. ഫ്യൂൽ പമ്പ് കൺട്രോൾ സർക്യൂട്ട് ഓപ്പൺ, അതായത് അതിന്റെ കൺട്രോൾ ചെയ്യുന്ന റിലേ ഓപ്പൺ ആയി, അതായത് ലൂസായി ചാടി. അപ്പം ഈ രണ്ട് കോഡ് വന്നത് പെൻഡിങ് കറണ്ടുമാണ്, സിംഗിൾ കോഡാണ് P0627. അപ്പൊ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ക്ലിയർ പാർട്ട് കോഡ്, ക്ലിയർ പാർട്ട് കോഡ്, യെസ്, ക്ലിയർ. ഇനി ഒന്നുകൂടി നമുക്ക് റീഡ് ചെയ്യാം. മോഡ് 3 മോഡ് 7 ജനറേറ്റ്